ഹോളിവുഡിൽ മാർവൽ സീരീസ് മൂവികൾ അത്ഭുതത്തോടെ കണ്ടിരുന്നവരാണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരും. ഇപ്പോൾ ഇതാ നമുക്കും അഭിമാനത്തോടെ പറയാൻ കഴിയും, നമുക്കുമുണ്ടൊരു സൂപ്പർ ഹീറോ മൂവി എന്ന്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കഴിഞ്ഞ സാറ്റർഡേ ആണ് ഈ സിനിമ കാണാൻ പോയത്. ഈവനിങ് ഷോ ആയിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കും, എൻ്റെ മകൻ ഈ സിനിമ ഫുൾ ഇരുന്ന് കണ്ട്. കാരണം ചിലപ്പോൾ ഈ സിനിമയിലെ മ്യൂസിക്കോ ആക്ഷനോ കൊണ്ടാവാം. അത് മാത്രമല്ല, അവന് സൂപ്പർ ഹീറോസിനെ വലിയ ഇഷ്ടവുമാണ്. ഇതെൻ്റെ മകൻ്റെ രണ്ടാമത്തെ തിയേറ്റർ മൂവി എക്സ്പീരിയൻസ് ആണ്. എൻ്റെയും ആദ്യം കണ്ട മൂവി നേഷ്യ 2 ആയിരുന്നു. അത് ഫുൾ അവൻ കണ്ടില്ല, കാരണം അതൊരു 3D മൂവി ആയതുകൊണ്ട് തന്നെ 3D ഗ്ലാസ് ധരിക്കണമായിരുന്നു. അത് കുഞ്ഞിന് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തു. ലോക ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ സൂപ്പർ ഹീറോ മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്ന മൂവിയാണ്. പേഴ്സണലി ഇതിൻ്റെ ഓൾ ക്രൂ മെമ്പേഴ്സിന് താങ്ക്സ് ചൊല്ലുന്നു, കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. ഹോളിവുഡ് സൂപ്പർ ഹീറോ മൂവിയോട് താരതമ്യം ചെയ്യുന്ന പ്രതീക്ഷകളോടെ ഈ മൂവി കാണാൻ പോകരുത്. കാരണം ഇത് ഈ സിനിമയുടെ തുടക്കം മാത്രമാണ്. ഇതിൻ്റെ റൈറ്റിംഗ്, ഡയറക്റ്റിംഗ്, ആക്ടിംഗ്, ആക്ഷൻ, സ്റ്റണ്ട്, മ്യൂസിക്, കാസ്റ്റിംഗ് എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. പിന്നെ ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം എനിക്ക് തോന്നിയത്, ഈ മൂവിയിൽ ഒരു കുട്ടിയുടെ വയലന്റ് ആക്ഷൻ സീനുണ്ട്. അത് കണ്ടപ്പോൾ ലോകൻ എന്ന ഹോളിവുഡ് സിനിമയിലെ ഒരു സീനിനോട് സാമ്യമുള്ളതായി തോന്നി. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ലോക യൂണിവേഴ്സിന്റെ മൂത്തോനായി ആ ഇതിഹാസ താരം കൂടി എത്തിയേക്കുമെന്ന പ്രതീക്ഷയും കേട്ട കഥകളേക്കാൾ ഇനി കേൾക്കാനുണ്ട് എന്ന പ്രതീക്ഷയും സമ്മാനിച്ചുകൊണ്ടാണ് ലോക അവസാനിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ സീനുകളിലും ഓരോ അനുഭൂതികളും അതുപോലെ തന്നെ നിരവധി സർപ്രൈസുകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.